എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. Read the excerpt from Project Tiger and answer the questions that follow. Each question carries 1 score. ഇപ്പൊ നമുക്ക് പ്രൊജക്ട് ടൈഗർ, നമ്മുടെ പ്രൊജക്ട് ടൈഗറിന്റെ ഒരു പാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രൊജക്ട് ടൈഗർ എന്ന പാഠഭാഗത്തിന്റെ ഒരു ചെറിയ പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. 5 ക്വസ്റ്റ്യനും 1 വേർഡ് ക്വസ്റ്റ്യനും. നമുക്കറിയാം എല്ലാ എക്സാം പേപ്പറിന്റെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും പാരഗ്രാഫിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ പ്രൊജക്ട് ടൈഗർ എന്നുള്ള പാഠത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. Mr. Thoret's men had fixed a 5-foot iron rod to the ground, absolutely feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. To the other end was tied firmly to visible portion of the iron rod. The door of one of all eagles was unfinished, and Mr. Thoret called out of the tiger. It responded almost at once and sprang out of its space to land on the open space outside. What followed was totally unexpected. One look at Mr. Thoret's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking steadily in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a failed attempt to bring it under control. We stood around foolishly watching a new and strange kind of circus, which we were getting to see for free. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അപ്പൊ ഇതാണ് നമുക്ക് പ്രൊജക്ട് ടൈഗറിന് തന്നിരിക്കുന്ന പാസേജ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 5 ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വി സ്റ്റുഡ് അറൌണ്ട് ഫൂളിഷ്ലി. ഹൂ ഡസ് വി റെഫർ ടു? അതായത് ഇതിൽ ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ടല്ലോ, വി സ്റ്റുഡ് ഫൂളിഷ്ലി. ആരാണ് ഈ വി എന്ന് പറയുന്നത്? ആരാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് വി, ഞങ്ങൾ സ്റ്റുഡ് ഫൂളിഷ്ലി, ഞങ്ങൾ വിഡ്ഢികളായി നിന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ആ വി എന്നുള്ള വേർഡ് ആരൊക്കെയാണ് റെഫർ ചെയ്യുന്നത്? വി എന്നുള്ള വേർഡ് സിഗ്നിഫൈ ചെയ്യുന്നത് ആരൊക്കെയാ? സത്യജിത്ത് റേനെയും അദ്ദേഹത്തിന്റെ ക്രൂ മെമ്പേഴ്സിനെയാണ് ഇവിടെ വി എന്ന് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി സ്റ്റുഡ് അറൌണ്ട് ഫൂളിഷ്ലി. ഹൂ ഡസ് വി റെഫർ ടു? എന്ന ആൻസർ സത്യജിത്ത് റേ ആൻഡ് ഹിസ് ക്രൂസ്. സത്യജിത്ത് റേനെയും അദ്ദേഹത്തിന്റെ ക്രൂ മെമ്പേഴ്സിനെയാണ് ഇവിടെ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്? വി എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് ദേ യൂസ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ടൈഗറിനെ കൊണ്ട് ഫിലിമിൽ അഭിനയിപ്പിക്കുമ്പോൾ, അതായത് ടൈഗറിനെ ഫിലിമിൽ അഭിനയിപ്പിക്കുമ്പോൾ അവർ നേരിടുന്ന ചലഞ്ചസ് ആണ് ഈ പാരഗ്രാഫിലുടനീളം. മിസ്റ്റർ തോററ്റ് ടൈഗറിന്റെ ട്രെയിനർ ആണല്ലോ. അപ്പൊ ഈ ടൈഗറിനെ വെച്ച് ഫിലിം എടുക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് ആണ് ഈ പാരഗ്രാഫിലൂടെ സത്യജിത്ത് റേ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പൊ പറയുന്നുണ്ട് എന്തിനാണ് ടൈഗറിന്റെ കോളറുള്ള, അതായത് ടൈഗറിന്റെ സ്കിന്നുള്ള കോളർ അവര് യൂസ് ചെയ്തത്. അതായത് ടൈഗറിന്റെ സ്കിന്നുള്ള കോളർ എന്തിനാ ഇവര് ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? എന്തിനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
അവിടെ ആൻസർ എന്ന് പറയുന്നത് ദ വയർ വുഡ് ഫ്ലാറ്റൻ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് ടു അവോയ്ഡ് ദ ഫ്ലാറ്റനിങ് ഓഫ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് ദേ ഡിസൈഡഡ് ടു യൂസ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. അപ്പൊ ടൈഗറിന്റെ കഴുത്തിൽ ഒരു വയറ് കെട്ടണമല്ലോ, ഒരു വയറ് കെട്ടിയിട്ടാണല്ലോ നമ്മൾ ടൈഗറിനെ അഭിനയിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഈ ടൈഗറിന്റെ നെക്കില് വയറ് കെട്ടുമ്പോ ആ വയറ് കാണും. ആ വയറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ടൈഗറിന്റെ സ്കിന്നിന്റെ സെയിം കളറുള്ള കോളർ യൂസ് ചെയ്തിട്ട് ആ വയർ കവർ ചെയ്യാനാണ് അവര് ആ ടൈഗറിന്റെ സ്കിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളർ യൂസ് ചെയ്യുന്നത്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ആ വയറ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വയറിനെ മറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവര് ടൈഗർ സ്കിൻ ഉള്ള കോളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഒന്നുകൂടി വായിക്കാം. The wire would flatten the hair on the tiger's neck. To avoid the flattening of the hair on the tiger's neck, they decided to use a collar made of tiger skin. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Pick out a phrasal verb from the passage that means to shock or surprise someone. To shock അല്ലെങ്കിൽ സർപ്രൈസ് someone എന്ന് മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബ് ഈ പാഠഭാഗത്തുണ്ട്. ഏതാണത്? To shock or surprise someone. To shock someone or surprise someone എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ കണ്ടോ, ടേക്കൺ അബാക്ക്. ടേക്കൺ അബാക്ക് എന്നുള്ള ഫ്രേസൽ വെർബ് ആണ് എന്ത് മീനിങ് വരുന്നത്? ടു ഷോക്ക് ഓർ സർപ്രൈസ് സമ്മൺ. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വി എന്ന് പറയുന്നത് സത്യജിത്ത് റേനെയും ക്രൂ മെമ്പേഴ്സിനെയാണ്. അതുപോലെ തന്നെ എന്തിനാണ് ടൈഗറിന്റെ സ്കിൻ കൊണ്ടുള്ള കോളർ യൂസ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് അടുത്തതായിട്ട്? ടു ഷോക്ക് ഓർ സർപ്രൈസ് സമ്മൺ എന്ന് മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാന്ന് നോക്കി. അതേതാ? ടേക്കൺ അബാക്ക് ആണ് ടു ഷോക്ക് ഓർ സർപ്രൈസ് എന്ന് മീനിങ് വരുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Identify a sentence from the passage that reveals Satyajit Ray's sense of humor. ഈ പാസേജിൽ ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് എന്താണ്? നമ്മുടെ സത്യജിത്ത് റേയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ പറ്റിയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു സെന്റൻസ്, അല്ലെങ്കിൽ ആ ഹ്യൂമർ സെൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് ഈ പാസേജിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാ 4ാമത്തേല്? ഒരു സെന്റൻസ് ആണല്ലോ. ആ സെന്റൻസ് ഇതാട്ടോ. ആൻസർ ഇതാണ്. We stood foolishly watching a new and strange kind of circus which we were getting to see for free. അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ, അതായത് നമ്മുടെ സത്യജിത്ത് റേയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെന്റൻസ് ഇതാട്ടോ. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. ഇതാണ് അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കാണിക്കുന്ന സെന്റൻസ്. ആരുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ? നമ്മുടെ സത്യജിത്ത് റേയുടെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കാണിക്കുന്ന സെന്റൻസ് ആണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What did Mr. Thorett startled the helpless face reveal? മിസ്റ്റർ തോററ്റിന്റെ ഹെൽപ്ലെസ് ഫേസ് എന്താണ് റിവീൽ ചെയ്യുന്നത്? എന്താണ്? മിസ്റ്റർ തോററ്റ് startled and helpless face revealed that he was also taken aback as the rest. അതായത് അദ്ദേഹത്തിന് ബാക്കിയുള്ള സീനൊക്കെ ടേക്കൺ അബാക്ക്, സർപ്രൈസ് നൽകുന്നതായിരുന്നു. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് മിസ്റ്റർ തോററ്റ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ്. മിസ്റ്റർ തോററ്റിന്റെ സ്റ്റാർട്ടിൽഡും അതുപോലെ തന്നെ ഹെൽപ്ലെസ് എന്താ? ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത ആ ഒരു ഫേസ്, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഫേസ് റിവീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഹി വാസ് ഓൾസോ ടേക്കൺ അബാക്ക് ആസ് ദ റെസ്റ്റ്. അതാണ് 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി
ഇനി നമുക്ക് 6 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻ ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഉണ്ടല്ലോ. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള പോയത്തിലെ കുറച്ച് ലൈൻസ് തന്നിട്ട് ആ ലൈൻസിനെ അടിസ്ഥാനപ്പെടുത്തി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 6 മുതൽ 10 വരെയുള്ള 5 ക്വസ്റ്റ്യൻസ്. അതും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ആ ലൈൻസ് ഒന്ന് വായിക്കാം. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they were forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. How many roads must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? ഒരു മനുഷ്യൻ ഏതെല്ലാം റോഡിലൂടെ നടന്നിട്ടുണ്ടാവും അവനെ നമ്മള് മാൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ എത്ര റോഡുകളിലൂടെ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ദൂരം നടന്നിട്ടുണ്ടാവും. ഹൗ മെനി സീ മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ, എത്ര കടലിലൂടെ ഒരു പ്രാവ്, വൈറ്റ് ഡോവ്, വെള്ളരിപ്രാവ് പറന്നു പോയിട്ടുണ്ടാവും അവള് മണലിൽ ഉറങ്ങുന്നതിന് മുന്നേ. അതായത് മണലിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു വെള്ളരിപ്രാവ് എത്ര ദൂരം എന്തായിട്ടുണ്ടാവും, എത്ര കടലുകളിലൂടെ സെയിൽ ചെയ്തിട്ടുണ്ടാവും. യെസ്, ആൻഡ് ഹൗ മെനി ടൈം മസ്റ്റ് ദ ക്യാനൺ ബോൾസ് ഫ്ലൈ ബിഫോർ ദേ ഹാവ് ഫോർ എവർ ബാൻഡ്. ക്യാനൺ ബോൾസ് ബാൻ ചെയ്യുന്നതിന് മുമ്പ് അവരെത്ര ദൂരം പറഞ്ഞിട്ടുണ്ടാവും ആ ക്യാനൺ ബോൾസ്. The answer, my friend, is blowing in the wind. The answer is blowing in. നമുക്ക് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് തന്നിരിക്കുന്ന ലൈൻസ്, ഈ ലൈൻസ് ബേസ് ചെയ്തിട്ട് 6, 7, 8, 9, 10 ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ റോഡ് സ്റ്റാൻഡ്സ് ഫോർ? ഇവിടെ നമ്മൾ റോഡ് എന്ന് പറഞ്ഞല്ലോ. ഹൗ മെനി റോഡ്സ് ത്രൂ ദ മാൻ വർക്ക്. അതായത് ഈ റോഡ് എന്നുള്ള എക്സ്പ്രഷൻ, ഈ റോഡ്സ് എന്നുള്ള എക്സ്പ്രഷൻ എന്താണ് മീൻ ചെയ്യുന്നത്, എക്സ്പ്രഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റാൻഡ്സ് ഫോർ ചെയ്യുന്നത്? അതാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയിട്ട് റോഡ്സ് എന്നുള്ള എക്സ്പ്രഷൻ? റോഡ് സ്റ്റാൻഡ്സ് ഫോർ ലൈഫ് എക്സ്പീരിയൻസ്. ജീവിതത്തിലെ എക്സ്പീരിയൻസ്, അനുഭവങ്ങളെ കാണിക്കാനാണ് ഇവിടെ റോഡ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റോഡ് എന്താ? ലൈഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഇത് എക്സാമിന് പതിവായി ചോദിച്ചു കണ്ടിട്ടുള്ളതാ. റോഡ് എന്നുള്ളത് എന്താ? ലൈഫ് എക്സ്പീരിയൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റോഡ്, ലൈഫ് എക്സ്പീരിയൻസ്, ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക. ദ വൈറ്റ് ഡോവ്, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. ദ വൈറ്റ് ഡോവ് സിംബലൈസസ്. എന്തിനാ നമ്മൾ വെള്ളരിപ്രാവിനെ സിംബലൈസ് ചെയ്യാ? വെള്ളരിപ്രാവ് എന്തിന്റെ പ്രതീക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അല്ലെ. അപ്പൊ ഇവിടെ വൈറ്റ് ഡോവ് സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാ? പീസിനെയാണ് വൈറ്റ് ഡോവ് സിംബലൈസ് ചെയ്യുന്നത്. വൈറ്റ് ഡോവ് പീസും, റോഡ് ലൈഫ് എക്സ്പീരിയൻസും. റോഡ് എന്താ? ലൈഫ് എക്സ്പീരിയൻസ്. വൈറ്റ് ഡോവ് പീസ്. ഇത്രയാണ് 6ഉം 7ഉം ക്വസ്റ്റ്യൻസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദേ റെഫർ ടു? ഇവിടെ ദേ എന്ന് റെഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദേ എന്ന് റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ദേ എന്ന് റെഫർ ചെയ്യുന്നത്? ക്യാനോൺ ബോൾസിനെയാണ്. ക്യാനോൺ ബോൾസിനെയാണ് ഇവിടെ ദേ എന്ന് റെഫർ ചെയ്യുന്നത്. റോഡ് എന്തിനു വേണ്ടിയിട്ട് സ്റ്റാൻഡ്സ് ഫോർ ചെയ്യുന്നത്? ലൈഫ് എക്സ്പീരിയൻസ്. വൈറ്റ് ഡോവ് എന്തിനാ സിംബലൈസ് ചെയ്യുന്നത്? പീസിനെ. അതുപോലെ തന്നെ ദേ എന്ന് റെഫർ ചെയ്യുന്നത് ക്യാനൺ ബോൾസിനെയാണ്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഇംപ്ലൈസ്. ഇതിലൊരു ലൈൻ ആണല്ലോ, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആൻസർ എന്താ? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. എല്ലാത്തിനും ഉള്ള ഉത്തരങ്ങൾ കാറ്റിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് പറയാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ആ ലൈനിലൂടെ പോയിട്ട് അർത്ഥമാക്കുന്ന മീനിങ് എന്താന്നാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കാം. ദ ആൻസർ ഈസ് എവരിവെയർ. ദ ആൻസർ ഈസ് നോൺ ടു ഓൾ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ?
ഇത്രയും ക്വസ്റ്റ്യൻസിന്റെയൊക്കെ ആൻസർ ഈ മുകളിലൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എല്ലായിടത്തും ഉണ്ട്. ദ ആൻസർ ഈസ് എവരിവെയർ. അതുപോലെ തന്നെ ആ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെയൊക്കെ ആൻസർ എല്ലാവർക്കും ആൻസർ നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ആ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. ഇത്രയാണ് ഒമ്പതാമത്തെ ആൻസർ. ഒന്നുകൂടെ വായിക്കാം. ദ ആൻസർ ഈസ് എവരിവെയർ. ദ ആൻസർ ഈസ് നോൺ ടു ഓൾ. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദ ലൈൻസ് ഗിവൺ ബിലോ. നമുക്ക് given above, pick out the instance of alliteration from the lines given above. മുകളിൽ കൊടുത്തിരിക്കുന്ന വരികളിലെ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെപ്പറ്റീഷൻ ഓഫ് കോൺസണൻസിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന വരികളിലെ അലിട്രേഷനെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ മുകളിലുള്ള ലൈൻസിലെ അലിട്രേഷൻ? നോക്കിക്കേ, ഏതാണ് ഇതിലെ അലിട്രേഷൻ? ഇതിലെ അലിട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാട്ടോ. ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. അവിടെ എസിന്റെ സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഷീ സ്ലീപ്സ്, സ്ലീപ്പില് 2 എസ് വരുന്നുണ്ട്, പിന്നെ സാൻഡ്. അപ്പോ അവിടെ ഒരു 4 റെപ്പിറ്റീഷൻ, എസിന്റെ ഒരു 4 റെപ്പിറ്റീഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ് എന്നുള്ളത് ഈ സെന്റൻസിലെ അലിട്രേഷൻ ആട്ടോ. അലിറ്ററേഷൻ ആണ് ഈ സെന്റൻസിലെ. അതുപോലെ തന്നെ ഹൗ മെനി സീ മസ്റ്റ് എ വൈറ്റ് ഡോവ്. സീ സെയിൽ, ഇവിടെ സീ മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ. സീ മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ. സീസ് എന്നുള്ളതിലെ 2 എസ് സൗണ്ടും അതുപോലെ തന്നെ സെയിലിലെ എസും, അങ്ങനെ 3 സൗണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇതിലെ അലിട്രേഷൻ എക്സാമ്പിൾ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് ആട്ടോ. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഷീ സീസ് സെയിൽ എന്നുള്ളതും ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ് എന്നുള്ളതുമാണ് നമ്മുടെ ഈ പോയത്തിലെ അലിട്രേഷൻ. ഓക്കെ, അപ്പോ ഈ പോയത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്. റോഡ് എന്തിനെയാണ് കാണിക്കുന്നത്? അതുപോലെ വൈറ്റ് ഡോൾ എന്തിന്റെ പ്രതീകമാണ്? വൈറ്റ് ഡോവ്, സോറി ട്ടോ. പിന്നെ ദേ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാണ്? ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ആ ലൈനിൽ പറയാനുള്ള, അതിലൂടെ പോയിട്ട് ഇംപ്ലൈ ചെയ്യുന്ന മീനിങ് എന്താ? പിന്നെ അലിട്രേഷൻസ്, 2 അലിട്രേഷൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മളിപ്പോ ചെയ്തു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിന്റെ 5 മാർക്കും അതുപോലെ ഈ പോയത്തിനെ ബേസ് ചെയ്തുള്ള 5 ക്വസ്റ്റ്യന്റെ 5 മാർക്കും. അപ്പൊ നമുക്ക് 10 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Read the following lines from lines written in early spring and write an appreciation focusing on the theme, imagery and other poetic device. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 2019-2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അപ്രീസിയേഷൻ എഴുതാനുണ്ടായിരുന്നത് ഇതേ പോയത്തിൽ നിന്ന്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞ പോയത്തിൽ നിന്നാണ് 2023-2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഫസ്റ്റ് ടേം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നതിന്റെ ഒരു അപ്രീസിയേഷൻ നല്ല വൃത്തിക്കില്ല, നല്ല എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ എഴുതി പഠിച്ചിട്ട് ഓക്കെ, നമുക്ക് ഈ ലൈൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് അപ്രീസിയേഷൻ എഴുതേണ്ടത്. നമുക്ക് നോക്കാം. I had 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that though me ran, and it grieved my heart to think what man has made of man. What man has made of man.
ഇത്രയാണ് ലൈൻസ്. ഈ ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അപ്രീസിയേഷൻ. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിന്റെ ആ പോയത്തിന്റെ അപ്രീസിയേഷൻ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇതിൽ ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻ എന്താ? താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള 5 1 വേർഡ് ക്വസ്റ്റ്യൻസ്, അതായത് 5 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്റെ താഴെ. ആ 5 1 മാർക്ക് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനാണ് നമ്മളെ 12 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ സെന്റൻസ്, ആ പാസേജ് ഒന്ന് വായിക്കാം. I am a book. I am writing my autobiography to tell people about my presence and significance, which is getting lost due to the latest technologies. I was a very useful invention. I was not just a collection of random purpose. I was collection of purpose that were similar in symmetry to me. My paper contained written words and illustrations which were used to portray thoughts and feelings. I was the only way through which people used to communicate with their relatives and friends living far away from them. As a book, I was very useful tool to store information. People used to stake me in the large numbers in a place called the library. I used to educate people. I was the one who educated people about their history. What's more is that people used to write on me some important information which could be used for potential invention. My greatest friend was the quill. It used to spill the ink over me with such precision that it felt like a lover loving his love. അപ്പൊ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പാസേജിലുള്ളത് എന്താ? നിങ്ങൾ വായിച്ചപ്പോ എന്താ മനസ്സിലായത്? ഒരു ബുക്കിന്റെ ഓട്ടോബയോഗ്രഫി, ജീവചരിത്രം പറയുന്നത് പോലെയാ അല്ലെ? അതായത് ഒരു പുസ്തകം തന്റെ ജീവചരിത്രം പറയുന്നതാണ് ഈ പാസേജ്. ആ ബുക്കിന്റെ എക്സ്പീരിയൻസും എന്തിനു വേണ്ടിയിട്ടാണ് തന്നെ മറ്റുള്ളവർ യൂസ് ചെയ്തത് എന്നും അതിന്റെ യൂസസിനെ പറ്റിയിട്ടും അതിന്റെ അത് ചെയ്യുന്ന ഹെൽപ്പിനെ പറ്റിയിട്ടും ഒക്കെയാണ് ആ ബുക്ക് അതിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ഒരു ബുക്കിനെ പറ്റിയിട്ട് ജീവചരിത്രം എഴുതുക, ഒരു ബുക്ക് സ്വയം അതിന്റെ ജീവചരിത്രം എഴുതുക. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ ജീവചരിത്രം എഴുതുവാണെങ്കിൽ എന്തായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Whose autobiography is portrayed here? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇവിടെ നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. A book's autobiography, അതായത് ഒരു പുസ്തകത്തിന്റെ ജീവചരിത്രമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Why, according to the passage, books lost their significance and presence? ഈ പാസേജിന് അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് ബുക്കിന് അതിന്റെ സിഗ്നിഫിക്കൻസും പ്രസൻസും, അതായത് പുസ്തകത്തിന് അതിന്റെ പ്രാധാന്യവും പ്രസൻസും നഷ്ടമാവാനുള്ള റീസൺ എന്താന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താ നമുക്ക് നോക്കാം. The books lost their significance and presence due to the latest technologies. ബുക്കിന് അതിന്റെ പ്രസൻസും സിഗ്നിഫിക്കൻസും നഷ്ടമാകാനുള്ള കാരണം എന്താ? ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ്. ലേറ്റസ്റ്റ് ടെക്നോളജീസ് വന്നതോടുകൂടിയാണ് ബുക്കിന് അതിന്റെ പ്രസൻസും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസും നഷ്ടമായത്. 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. What were the contents of the papers in a book? ബുക്കിലെ പേപ്പറിലെ കണ്ടന്റ് എന്തൊക്കെയാണ്? അതായത് ഒരു പുസ്തകത്തിലെ പേജുകളിലെ കണ്ടന്റ് എന്താണ്? അതിന്റെ
കണ്ടന്റ് എന്താന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു പുസ്തകത്തിലെ പേപ്പറിലെ കണ്ടന്റ് എന്താന്നാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. The paper contained written works and illustrations which were used to portray thoughts of feeling. Illustrations എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആണ്. ഒരു പേപ്പറിൽ, ഒരു പുസ്തകത്തിന്റെ പേജുകളിൽ എന്താണുള്ളത്? റിട്ടൺ വർക്ക്സ്, റിട്ടൺ ആയിട്ടുള്ള വേർഡ്സ്, എഴുതപ്പെട്ട വാക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. വിച്ച് were used to portray thoughts and feelings. ഇങ്ങനെ ബുക്കിൽ റിട്ടൺ വേർഡ്സും ഇല്ലുസ്ട്രേഷൻസും കൊടുക്കുന്നത് വഴി തോട്ട്സിനെയും ഫീലിങ്സിനെയും, അതായത് ആ ബുക്കിലുള്ള ക്യാരക്ടേഴ്സിന്റെ തോട്ട്സിനെയും ഫീലിങ്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവര് പേപ്പറിൽ ഇല്ലുസ്ട്രേഷൻസും റിട്ടൺ വേർഡ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. How were books useful to mankind? എങ്ങനെയാണ് പുസ്തകങ്ങൾ മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് യൂസ്ഫുൾ ആയി തീരുന്നത്? എങ്ങനെയാ പുസ്തകങ്ങൾ മനുഷ്യരാശിക്ക് യൂസ്ഫുൾ ആയി തീരുന്നത്? ഒന്ന് പറഞ്ഞേ. അതിന്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാട്ടോ. The books were useful to mankind for storing information. ബുക്ക് എന്തിനു വേണ്ടിയിട്ടാ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ, അറിവുകളെ സൂക്ഷിച്ചു വെക്കാനാണ് ബുക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ബുക്കിലുള്ള റിട്ടൺ വേർഡ്സ് ആയിക്കോട്ടെ, ഇല്ലുസ്ട്രേഷൻസ് ആയിക്കോട്ടെ, ഇതിലൂടെ എന്താ കാണിക്കുന്നത്? ബുക്കിലുള്ള നമ്മുടെ ഇൻഫോർമേഷൻസിനെ സ്റ്റോർ ചെയ്യുവാണ് ബുക്ക്. ഇല്ലുസ്ട്രേഷൻസും വേർഡ്സും ഉപയോഗിച്ചുകൊണ്ട് ബുക്ക് എന്തിനെയാ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത്? എന്തിനെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇൻഫോർമേഷനെയാണ് ഒരു ബുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Why did the quill become the greatest friend of a book? എന്തുകൊണ്ടാണ് ഒരു ക്യുല്ല് ബുക്കിന്റെ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ആയി തീർന്നത്? അതിന്റെ ആൻസർ ലാസ്റ്റ് സെന്റൻസ് ആട്ടോ. My greatest friend was the quill. It used to spill the ink over me, which with such precision that it felt like a lover loving his love. അവിടെ എന്താ? ക്യുല്ല് എന്നുള്ളത് നമ്മുടെ പണ്ടത്തെ പെന്നില്ലേ, പെണ്ണിനെയാണ് ഇവിടെ ക്യുല്ല് എന്ന് പറയുന്നത്. ക്യുല്ല് എങ്ങനെയാണ് ഒരു പുസ്തകത്തിന്റെ, അതായത് പേന എങ്ങനെയാണ് ഒരു പുസ്തകത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തീരുന്നത് എന്നാണ്, അല്ലെങ്കിൽ ആ ബുക്ക് പറയുന്നുണ്ടല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്യുല്ലാണ്. അതിന് റീസൺ എന്താ? ഇറ്റ് യൂസ്ഡ് ടു സ്പിൽ ദ ഇങ്ക്. ആ ക്യുല്ലാണ് എന്റെ മേല് ഇങ്ക് ആക്കുന്നത്, മഷിയാക്കുന്നത്, ഓവർ മീ, എന്റെ മേലാക്കുന്നത്. വിത്ത് സച്ച് പ്രിസിഷൻ ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക്. ആ ക്യുല്ലിന്റെ ആ ഒരു പ്രിസിഷൻ കാണുമ്പോൾ നമുക്ക് അത് എന്തുപോലെ തോന്നും? ഒരു ലവർ ലവിങ് ഹിസ് ലവ്, ആ ലവർ അതിന്റെ ഇഷ്ടത്തെ, പ്രണയത്തെ പ്രണയിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഈ ഇങ്ക് ക്യുല്ല് നമ്മുടെ പേപ്പറിന്റെ മേല് വീഴ്ത്തും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ 16 ക്വസ്റ്റ്യൻസ്. അപ്പോ ആദ്യം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അത് 1 വേർഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതും 1 വേർഡ് ആയിരുന്നു. പിന്നെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ അപ്രീസിയേഷൻ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 1 വേർഡിന്റെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതേ ഒരു ഫോർമാറ്റിലാട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വരുന്നത്. ഈ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ടോട്ടൽ 15 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ കണ്ടു. ഒറ്റ വേർഡിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ നല്ല കെയർഫുൾ ആയിട്ട് പാസേജ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The just in your own words. ആ കുട്ടിക്ക്, ആ ബോയ്ക്ക് നാച്ചുറലിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ നറേറ്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഇവിടെ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നറേഷൻ ആണ്.
ഇങ്ങനെ തന്നെയാട്ടോ പാറ്റേൺ. ആ ക്വസ്റ്റ്യൻ 1 വേർഡ്, പിന്നെ 5 ക്വസ്റ്റ്യൻ 1 വേർഡ്, അത് കഴിഞ്ഞിട്ട് ഒരു അപ്രീസിയേഷൻ, പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ ഒരു നരേഷൻ, അത് കഴിഞ്ഞിട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ ഒരു റൈറ്റപ്പ്, 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അങ്ങനെ ഒരു പാറ്റേൺ, ഒരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ പേപ്പറും. അനുഭവം തന്നെയാണ്. Beautiful between ഇത്രയും പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, നരേഷൻ. നരേഷൻ എന്നുള്ളത് ഞാൻ വീണ്ടും പറയാണ്, ഫസ്റ്റ് പേഴ്സൺ ആണ് എഴുതേണ്ടത്. ഐ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നരേഷൻ. നരേഷനിൽ നമ്മൾ ഹിയോ ഹിസോ ഹെറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ദേയും ബിയും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നരേഷനിൽ ഐ മൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നരേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പാടും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The story, The Snake and the Mirror, narrates the frightening incident in a humorous way. Prepare a write-up on the use of contrasts in the stories to bring out humor. അല്ലേ, ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ പറയുന്നത്. പക്ഷെ അതൊരു ഹ്യൂമറസ് വേയിലാണ്, ഒരു തമാശ കലർന്ന രീതിയിലാണ് ആ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്നേക്ക് ആൻഡ് ദ മിററിൽ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ്, ഒരു എസ് എഴുതുവാണ് വേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ ആ എസ് എഴുതുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ലൈഫ്സ് ഇൻ എ സ്മാൾ റെന്റഡ് റൂം, ആ ചെറിയ റെന്റഡ് റൂമിലുള്ള ജീവിതം വേണം. പിന്നെ ഏൺസ് വെരി ലെസ്, വളരെ കുറഞ്ഞ തുച്ഛമായ ശമ്പളം മാത്രമാണ് ഏണിംഗ് ആയിട്ടുള്ളത്. വാണ്ട്സ് ടു ബി എ സക്സസ്ഫുൾ, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയം കൈവരിക്കുന്ന ഒരാളായി തീരാനാണ് തന്റെ ആഗ്രഹം. വിഷസ് ടു മാരി എ റിച്ച് ഫാറ്റ് ലേഡി, ഒരു തടിച്ച് പണക്കാരി സമ്പന്നയായിട്ടുള്ള ഒരു ലേഡിയെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം. ഡോക്ടറാണ്, ഹോമിയോപ്പതാണ് അദ്ദേഹം. മാരീസ് തിൻ ഹ്യൂമൻ, പക്ഷെ ലാസ്റ്റ് അയാൾ കല്യാണം കഴിക്കുന്നത് ഒരു മെലിഞ്ഞ ലേഡിയെയാണ്. ടേക്സ് പ്രൈഡ് ഇൻ ഹിസ് ലുക്സ്, അദ്ദേഹത്തിന്റെ ഓരോ ലുക്സിലും അദ്ദേഹത്തിന് പ്രൈഡ് ഉണ്ട്, അഭിമാനമുണ്ട്. സം വെൻ ദ സ്നേക്ക് കോയിൽസ് അറൗണ്ട്, പിന്നെ ആ സ്നേക്ക് കോയിൽ ചെയ്തത്. ഇത്രയും ഇൻസിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്നേക്ക് ആൻഡ് ദ മിററിലെ ഹ്യൂമറസ് വേനെ പറ്റിയിട്ട് ഒരു എന്ത് എഴുതേണ്ടത്, റൈറ്റപ്പ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പൊ 17ഉം 18ഉം ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നമ്മൾ ആൻസർ എഴുതിയാൽ മതി. ഇതിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ നരേഷൻ ആയിരിക്കും, കാരണം മറ്റേതും ഓക്കെയാണ്, രണ്ടും ഒരുപോലെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന്, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള 7 മാർക്ക് കിട്ടും. ഇനി നമുക്ക് 19 തൊട്ട് 21 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 19 തൊട്ടിട്ട് 21 വരെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. The Echo Club of your school has decided to conduct a seminar on deforestation. The secretary of the club prepare a notice to parents to the seminar. നമ്മുടെ സ്കൂളിൽ എക്കോ ക്ലബ് എന്താ തീരുമാനിച്ചിട്ടുള്ളത്? ഡിഫോറസ്റ്റേഷൻ, വനനശീകരണത്തെ കുറിച്ചിട്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാം. നമ്മുടെ സ്കൂളിലെ എക്കോ ക്ലബ്ബ് വനനശീകരണത്തെ കുറിച്ചിട്ട് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുക. നിങ്ങളാണ് ക്ലബിലെ എക്കോ ക്ലബ്
നോട്ടീസ് എഴുതണം. പാരന്റ്സിനും സ്റ്റുഡൻസിനും ഈ സെമിനാറിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നോട്ടീസ് ചെയ്യണം. ആ നോട്ടീസാണ് ഇവിടെ ഉള്ളത്. നോട്ടീസിന്റെ ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അട്രാക്റ്റീവ് ആയാലും നമ്മൾ നോട്ടീസ് എഴുതാൻ. നോട്ടീസിന് നല്ലൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ഡേറ്റും ടൈമും പ്ലേസും നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ എന്തൊക്കെ പ്രോഗ്രാംസ് ആ ഉള്ളത് നമ്മൾ നോട്ടീസിൽ എഴുതണം. ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു നോട്ടീസ് എഴുതേണ്ടത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. After the successful completions of shooting of Boral, a journalist gets a chance to interview Satyajit Ray. Prepare 5 questions that the journalist might ask him. അപ്പോ നമ്മുടെ ഈ ഫിലിം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സത്യജിത്ത് റേ അതിന്റെ ഷൂട്ടിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റിന് നമ്മുടെ സത്യജിത്ത് റേനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടും. ആ ഇന്റർവ്യൂവിൽ സത്യജിത്ത് റേയുടെ അടുത്ത് ആ ജേർണലിസ്റ്റ് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അയാളോട് ചോദിക്കാം? അപ്പൊ നമുക്ക് സത്യജിത്ത് റേയോട് ചോദിക്കാം, ഇസ് ദ ഷൂട്ടിംഗ് ഈസ് നൈസ്? ഷൂട്ടിംഗ് നൈസ് ആയിട്ടാണോ തരുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ചലഞ്ചസ് യു ഫേസ്ഡ് ഡ്യൂറിങ് ദ ഷൂട്ടിംഗ്? നിങ്ങൾ ആ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഫേസ് ചെയ്തിരിക്കുന്ന എന്താ ചലഞ്ചസ് എന്തൊക്കെയാണ്? പിന്നെ ചോദിക്കാം, ഈസ് ദർ എനി ആനിമൽ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് മൂവി? നിങ്ങളുടെ ഈ മൂവിയിൽ ഏതെങ്കിലും ആനിമൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സത്യജിത്ത് റേയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 19, 20, 21 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The boy in the story Adventures in a Banyan Tree was quite thrilled to get a small squirrel as his friend. He could show his feelings in his diary. Prepare the likely diary entry. നമ്മുടെ അഡ്വൈസ് ഫ്രണ്ട് ആയിട്ട് തീരുന്നത്. അപ്പൊ അത്രയും നല്ലൊരു സുഹൃത്തിനെ, അതായത് ആ ഗ്രേ സ്ക്യുറലിനെ നമ്മുടെ 21ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 21ാമത്തെ ക്വസ്റ്റ്യൻ ഡയറിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നരേഷൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് അപ്പ്. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നോട്ടീസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറി എൻട്രി എഴുതാനാണ്. 17ഉം 18ഉം 7 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. 19, 20, 21 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 22, 26, 22 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അടുത്ത സെക്ഷൻ 22 മുതൽ 26 വരെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എല്ലാം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 22 മുതൽ 26 വരെയുള്ളതിൽ 3 എണ്ണം നമ്മൾ ആൻസർ ചെയ്യണം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ്. നമുക്ക് നോക്കാം. The homeopath in the story, The Snake and the Mirror, is a humorous character. Prepare a character sketch of the homeopath. നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിററിലെ ആണല്ലോ ഹോമിയോപതിന്റെ ക്യാരക്ടർ സ്കെച്ച്. അദ്ദേഹത്തിന്റെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു ഫാറ്റ് റിച്ച് ലേഡീനെ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ അയാൾ ഒരു തിൻ ലേഡീനെ ആയിരിക്കും കല്യാണം കഴിക്കുക. പിന്നെ അദ്ദേഹത്തിന് ഏർണിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സ്മാൾ റെന്റഡ് റൂമിലാണ് താമസിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞ് ക്ലാസ്സിലും ഞാൻ ഡിസ്കസ് ചെയ്തത്. 2023 PYQ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
on the way Hollywood treated animal actors. എന്താന്ന് വെച്ചാൽ ഹോളിവുഡ് അനിമൽസിനെ ക്യാരക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാ ഹോളിവുഡ് അല്ലെ. ഹോളിവുഡ് ഫിലിംസിലാണ് നമുക്ക് ഒരുപാട് ആനിമൽസിനെ വെച്ച് ഷൂട്ട് ചെയ്ത് അനിമൽസ് ക്യാരക്ടേഴ്സ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഹോളിവുഡ് ഫിലിംസിലാണ്. അപ്പൊ ഹോളിവുഡ് ഫിലിമില് എങ്ങനെയാണ് അനിമൽസിനെ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാണ്. ഹോളിവുഡ് ഫിലിംസിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന പാരഗ്രാഫ് ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ് കേട്ടോ. നമ്മള് ഒരു പാരഗ്രാഫ് എഴുതണം. ഹോളിവുഡ് ഫിലിമിൽ എങ്ങനെയാണ് അനിമൽസിനെ ട്രീറ്റ് ചെയ്തത് എന്ന്, അനിമൽസിനെ ആക്ടേഴ്സ് ആയിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് നമ്മൾ എഴുതണം. ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ആഫ്റ്റർ ഗെറ്റിംഗ് ഡൗൺ ഫ്രം ദ ട്രീ ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനൈൻ ട്രീ റൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ടു ടെൽ ഹിം അബൌട്ട് ദ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മോങ്കോസ്. പ്രിപ്പയർ ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ 6 എക്സ്ചേഞ്ചസ്. ആ ബോയ് ആ മരത്തിന് മുകളിലുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യുമ്പോഴാണല്ലോ താഴെ ഈ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റ് കാണുന്നത്. അപ്പോ അവരുടെ ഫൈറ്റിന് ശേഷം പോയി മരത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് പോയിട്ട് ഈ ഫൈറ്റിനെ പറ്റിയിട്ട് നരേറ്റ് ചെയ്യുക. ആ കോൺവെർസേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ? 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ആ ഫൈറ്റ്, നമ്മുടെ മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റിനെ പറ്റി പറയുന്ന 6 കാര്യങ്ങളും പറയുന്ന 6 കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When the homeopath came back from his friend's house, he found that all his belongings were stolen. He decided to write a letter of complaint to the inspector of police. Draft the likely letter. അപ്പൊ ഇവിടെ എഴുതേണ്ട ലെറ്റർ ആണോ? നമ്മളിപ്പോ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് അമ്മയ്ക്ക് കത്ത് ഇതുപോലെ ഇൻഫോർമൽ ആയിട്ടാണോ കത്ത് എഴുതുക? അല്ല, നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഫോർമൽ ലെറ്റർ ആണ്. ടു അഡ്രസ് ആരുടെ കൊടുക്കും? ടു ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പോലീസ് സ്റ്റേഷന്റെ പേരും സ്റ്റാമ്പ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹോമിയോപ്പതി അന്ന് പാമ്പിൽ കണ്ടുപിടിച്ച ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ആരോ മോഷ്ടിച്ചതാണല്ലോ, അന്ന് ഒരു റോബറി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇതിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇൻസ്പെക്ടർക്ക് ഒരു കത്ത് എഴുതാൻ, കംപ്ലൈന്റ് എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ കംപ്ലൈന്റ് എങ്ങനെയായിരിക്കും? ഫോർമൽ ആയിരിക്കും, വളരെ ഫോർമൽ ആയിരിക്കും. അപ്പൊ ആ ഫോർമൽ ലെറ്റർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മാജിദ് മജീദ് ഉണ്ടല്ലോ, ഇറാനിയൻ റൈറ്റർ ആയിട്ടുള്ള മാജിദ് മജീദ് എഴുതിയ സ്ക്രീൻ പ്ലേ ഏതായിരുന്നു? പ്രൊജക്ട് ടൈഗർ ആണോ? അല്ല, മൈ സിസ്റ്റർ ഷൂ ആണ് മാജിദ് മജീദ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഫൈൽ എഴുതേണ്ടത്. പ്രൊഫൈൽ എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. Majid was born on 17 April 1959 in Tehran. He was an Iranian writer. He was famous as film director and producer. His major works include Children of Heaven 1997, The Color of Dice 1999, The Willow Tree 2003. He was received so many awards include
he was nominated for Academy Awards for Best Foreign Films and he was awarded യുമേനിയൽ ജൂറി അവാർഡ്. ഇത്രയാണ് നമുക്ക് മാജിദ് മജീദിനെ കുറിച്ചിട്ടുള്ള പ്രൊഫൈലിൽ എഴുതാൻ. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ കൂടെ നമ്മൾ കുറച്ച് പ്രിപ്പോസിഷൻസും കുറച്ച് വേർഡ്സും ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് നല്ലൊരു പ്രൊഫൈൽ കിട്ടും. അത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? 5 മാർക്കിന്റെ ക്വസ്റ്റ്യനാ കേട്ടോ. അടുത്തത് എന്താ, കുറെ ന്യൂസിന്റെ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, തലക്കെട്ട്. ആ ഹെഡ്ലൈൻസിനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5ഉം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എത്ര ക്വസ്റ്റ്യൻ ആണ്? 5. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാ? എല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഹെഡ്ലൈൻസ് എന്ന് നോക്കാം. Railways to restore fare cut to elderly. Railway to restore fare cut to elderly. Monkeypox a pandemic, declares WHO. Neeraj Chopra wins silver in World Athletics Championship. No more leave should be lost on campus, says High Court. Car makers announce price hike. Sri Lankan crisis deepens, worried India to formulate steps. നമുക്ക് ഇവിടെ എത്ര ന്യൂസിന്റെ ഹെഡ്ലൈൻസ് ഉള്ളത്? ഒരു 6 ഹെഡ്ലൈൻസ് ഉള്ളത്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. റെയിൽവേസ് ടു റിസ്റ്റോർ ഫെയർ കട്ട് ടു എൽഡർലി. മങ്കിപോക്സ് എ പാൻഡമിക്, ഡിക്ലെയർസ് WHO. നീരജ് ചോപ്ര വിൻസ് സിൽവർ ഇൻ ദ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. No more leave should be lost on campus, says High Court. Car makers announces price hike. Sri Lankan crisis deepens, worried India so formulate steps. അപ്പൊ ഈ ഹെഡ്ലൈൻസ് വായിച്ചിട്ടാണ് നമ്മൾ താഴെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, വിച്ച് ഹെഡ്ലൈൻ വിൽ അപ്പീൽ ടു യു? നമ്മളിപ്പോ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ മുകളിലുള്ള ഹെഡ്ലൈൻസിൽ ഏതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക? ഏതാ ഇതിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെഡ്ലൈൻ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് നോക്കി നോക്കൂ. ഇതിൽ ഏതാണ് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻ? ഇതിൽ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻ ഏതാണ്? അപ്പൊ ഇതില് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻ ഇതാട്ടോ. നീരജ് ചോപ്ര വിൻസ് സിൽവർ ഇൻ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ നമ്മുടെ 27ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാട്ടോ. ഇനി നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹെഡിങ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതിൽ ഏത് ഹെഡിങ്ങിനെയാണ് പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുക? ഏതായിരിക്കും? ശ്രീലങ്കൻ ക്രൈസിസ് ഡീപ്പൻസ്. കാരണം ഇന്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയിട്ട് പറയുന്നത് ഏതാ? ശ്രീലങ്കൻ ക്രൈസിസ് ഡീപ്പൻസ്, worried India to formulate steps. അതാണ് നമ്മുടെ 28ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇത് 27ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും. ഇനി നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? The headline that may set alarm bells ringing among health care workers. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെഡിങ് ഏതാ അതിൽ? അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഒരു അലാറം പോലെ തോന്നുന്ന ഹെഡ്ലൈൻ ഏതാണ്? ഇക്കൂട്ടത്തിൽ ഏതാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അലാറമായിട്ട് തോന്നുന്നത്? ഒരു ഡൗട്ടും ഇല്ല. മങ്കിപോക്സ് എ പാൻഡമിക്, ഡിക്ലെയർസ് WHO. അല്ലേ? മങ്കിപോക്സ് പാൻഡമിക്കിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ആവും ഹെൽത്ത് കെയറിലുള്ളവർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുക. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഹെഡ്ലൈൻ മേ ബ്രിങ് ചിയർ ടു സീനിയർ സിറ്റിസൺ? അവർക്ക് ഏതായിരിക്കും? നമ്മുടെ സീനിയർ സിറ്റിസൺസിന് റെയിൽവേസ് ടു റിസ്റ്റോർ
ഫെയർ കട്ട് ടു എൽഡർലി. സീനിയർ സിറ്റിസൺസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈൻ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ, നമ്മുടെ റെയിൽവേസ് ടു റിസ്റ്റോർ ഫെയർ കട്ട് എൽഡർലി. അതാണ് നമ്മുടെ സീനിയർ സിറ്റിസൺസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അഗെയിൻസ്റ്റ് ക്യാമ്പസ് വയലൻസ്. ക്യാമ്പസ് വയലൻസിന് എതിരെയായിട്ട് ഇതിലൊരു ഹെഡ്ലൈൻ ഉണ്ട്. ഏതാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ക്യാമ്പസ് വയലൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ഇതിലുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ ഏതാന്ന്. ക്യാമ്പസ് വയലൻസിനെ പറ്റിയിട്ടുള്ള ഹെഡ്ലൈൻ ഇതാട്ടോ. No more leaves should be lost on campus, says High Court. അതാണ് ക്യാമ്പസ് വയലൻസിനെ പറ്റിയിട്ടുള്ള എന്ത് ഹെഡ്ലൈൻ. ഏതാണ്? No more leaves should be lost on campus, says High Court. ഇതാണ് നമ്മുടെ ക്യാമ്പസ് വയലൻസിനെ പറ്റിയിട്ട് പറയുന്ന ഹെഡ്ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ 31 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് ഗിവൺ ബിലോ. ഇവിടെ എന്താ, ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺവെർസേഷൻ തോററ്റും റേയും തമ്മിലുള്ള കോൺവെർസേഷൻ വായിച്ചിട്ട് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ, ഈ ബ്ലാങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് എഴുതുവാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തോററ്റിന്റെ കോൺവെർസേഷൻ നോക്കാം. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? അപ്പൊ എന്താ തോററ്റ് പറഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ അങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യും. തോററ്റ് ആസ്ക്ഡ് റേ how he could help him. തോററ്റ് ആസ്ക്ഡ് റേ how he could help him. എങ്ങനെയാണ് അവൻ ഹെൽപ്പ് ചെയ്യേണ്ടത്? how he could help him. ഈ റേ ചോദിക്കുന്നത് എന്താ? I need a tiger for my upcoming film. അപ്പൊ റേയുടെ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാം. റേ replied that he needed a tiger for his upcoming film. അദ്ദേഹത്തിന്റെ ഫിലിമിന് വേണ്ടി. he needed, ഐ എന്നുള്ളത് ഹി ആവും, നീഡ് എന്നുള്ളത് നീഡ് ആവും, എ ടൈഗർ ഫോർ മൈ എന്നത് ഹിസ് ആവും. നമ്മൾ 1 മുതൽ 32 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. അതിൽ 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are few errors in the passage given below. Edit them. താഴെ തന്നിരിക്കുന്ന പാസേജിൽ കുറച്ച് എറർ ഉണ്ട്. ആ എറർ എഡിറ്റ് ചെയ്യാനാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ആ പാസേജ് ഒന്ന് വായിക്കാം. എറർ അടക്കം നമുക്കൊന്ന് വായിക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് എറർ തിരുത്തിയിട്ടൊന്ന് വായിക്കാം. I realize how reverently these animals actors were treating when I happened to saw the shooting of a film 20 years ago in Disney studio in Hollywood. The main characters in this film was a large dog. I reached the studio for find out that the shooting had not started. ഇനി ഈ സെന്റൻസിൽ എന്തൊക്കെയാ എറർ? ട്രീറ്റിംഗ് എറർ ആണ്, അതുപോലെ സോ എറർ ആണ്, ക്യാരക്ടേഴ്സ് എറർ ആണ്, ഫോർ എറർ ആണ്. അങ്ങനെ 4 എറർ ആണ് നമുക്ക് മുന്നിലുള്ളത്. ഇത് നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യും? ട്രീറ്റഡ് ആവും. ട്രീറ്റിംഗ് എന്താവും? ട്രീറ്റഡ് ആവും. സി സോ എന്താവും? സി ആവും. കാരണം സി ഞാൻ കണ്ടു എന്നാൽ സോ എന്താ അവിടെ സി ആണ് കേട്ടോ. പിന്നെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് ക്യാരക്ടർ ആവും. പിന്നെ ഫോർ എന്താവും? 2 ആവും. ഫോർ 2 ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് എഡിറ്റ് ചെയ്ത് സെന്റൻസ് എങ്ങനെയായിരിക്കും എന്ന് വായിച്ചു. എന്തൊക്കെയാ അതിൽ എറേഴ്സ് ഉള്ളത്? ട്രീറ്റിംഗ് എറർ ആണ്, സോ എറർ ആണ്, ക്യാരക്ടേഴ്സ് എറർ ആണ്, ഫോർ എറർ. ട്രീറ്റിംഗ് എന്താവും?
ട്രീറ്റിംഗ് ട്രീറ്റഡ് ആവും, അതുപോലെ തന്നെ സോ സി ആവും, പിന്നെ ക്യാരക്ടേഴ്സിൽ എസ് കട്ട് ചെയ്യും, അതുപോലെ 4 എന്താവും 2 ആവും. ഇത്രയും എറേഴ്സ് ആട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. I realized how reverently these animals actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. The main character in this film was a large dog. I reached the studio to find out that the shooting had not started. അപ്പൊ ഇത്രയാണ് നമ്മുടെ 33ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി turn up, don't come across, make out, give away. അങ്ങനെ 5 ഫ്രേസൽ വെർബ് ആണ് തന്നിട്ടുള്ളത്, 4 ബ്ലാങ്ക്. അപ്പോൾ ഇതിന്ന് ഓരോ ഫ്രേസൽ വെർബ് എടുത്ത് നമ്മൾ ഈ ബ്ലാങ്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. Before I could dash anything, a strange thing happened. A dwarf dashed the, and from nowhere, he had dashed a hairy dog skin. I have never dashed such a scene in my life. Before I could, അവിടെ ഏതാ ഫ്രേസൽ വെർബ് വരാ? ബിഫോർ ഐ കുഡ് എന്ത് ചെയ്യുന്നതിന് മുന്നേ? മേക്ക് ഔട്ട്. ബിഫോർ ഐ കുഡ് മേക്ക് ഔട്ട് ആണ് അവിടെ വരുന്നത്. എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. ബി എന്താ ഫ്രേസൽ വെർബ്? ടേൺ അപ്പ് ആണ് വരുന്നത്. സിയിലോ പുട്ട് ഓൺ ആണ്. പുട്ട് ഓൺ വിയർ ആണ്. ഹെയറി ഡോഗ് സ്കിൻ ആണ് അയാൾ വിയർ ചെയ്യുന്നത്. കം അക്രോസ്, ഐ നെവർ കം അക്രോസ്. നമുക്ക് അപ്പൊ സെന്റൻസ് വായിക്കാം. Before I could make out anything, a strange thing happened. A dwarf turned up from nowhere. He had put on a hairy dog skin. I have never come across such a scene in my life. Okay, അപ്പൊ ഏതൊക്കെയാ അവിടെ വരുന്ന ഫ്രേസൽ വെർബ്? എ ഏതാ? എ എന്നുള്ളിടത്ത് ഏതാ വരുന്നത്? മേക്ക് ഔട്ട് ആണ്. എ ഏതാ വരുന്നത്? മേക്ക് ഔട്ട്. ഓക്കെ. ബി ഏതാ വരുന്നത്? ബി ടേൺ അപ്പ് ആട്ടോ. ബി ടേൺ അപ്പ്. സി പുട്ട് ഓൺ ആണ് സി. പിന്നെ ഏതാ വരുന്നത്? കം അക്രോസ് ആണ് നാലാമത്തത് ഏതാ? കം അക്രോസ്. ഓക്കെ. നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Fill in the blanks using the words given in the brackets. കുറച്ച് വേർഡ്സ് ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് ഈ ബ്ലാങ്ക്സിലൊക്കെ എഴുതാനാണ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. മാത്രം പറയാം. ആൻസർ കൂട്ടിച്ചേർത്തിട്ട് സെന്റൻസ് വായിക്കാം കേട്ടോ. അപ്പോ when I had made a cautious descent from a എന്താ അവിടെ? ഫ്രം ആട്ടോ. ഓക്കെ. അപ്പോ എ എന്നുള്ളിടത്ത് ഏതാ? ഫ്രം വരിക. പിന്നെ ബിയോ? The tree and returned to the house. I told grandfather. ബി എന്താ വരിക? ഓഫ് ആട്ടോ. ഗ്രാൻഡ്ഫാദർ of the fight I had seen. He was pleased that ഇവിടെ that ആട്ടോ. that the mongoose had won. He had encouraged it to ആട്ടോ. it 2 ആണ്.
Live in the garden to keep away the snakes, feeding it regularly with the scarf. ഇവിടെ എന്താ വരുന്നത്? അപ്പൊ ഇത്രയാണ് നമ്മുടെ സെന്റൻസ്. ഒന്നുകൂടെ വായിക്കാം. When I had made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden to keep away the snake, feeding it regularly with the scraps from the kitchen. Okay. ഇത്രയാണ് നമ്മുടെ 35ാമത്തെ ക്വസ്റ്റ്യൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗും പിന്നെ ഒരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ് നമ്മുടെ 36ാമത്തെ ക്വസ്റ്റ്യൻ. ഒരുപാട് പേർക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Complete the dialogue between Zahra and Ali suitably. നമ്മുടെ മൈ സിസ്റ്റർ ഷൂ ഉണ്ടല്ലോ, മാജിദ് എഴുതിയിട്ടുള്ള മൈ സിസ്റ്റർ ഷൂലെ ഒരു കോൺവെർസേഷൻ, സഹറയും അലിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആ കോൺവെർസേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അലിയും സഹറയും സംസാരിക്കുമ്പോൾ എന്തിനെ പറ്റിയിട്ടാ സംസാരിക്കുക? അവരെന്തിനെ പറ്റിയിട്ടായിരിക്കും അലിയും സഹറയും? അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഈ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൽ നിന്നാവുമല്ലോ ക്വസ്റ്റ്യൻ എഴുതുക. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ സത്യജിത്ത് റേയും തോററ്റും സംസാരിക്കുക എന്തിനെ പറ്റിയിട്ടാവും? ടൈഗർ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാവും. സഹറയും അലി എന്തിനെ പറ്റിയും സംസാരിക്കുക? അവരുടെ ഷൂ ലോസായതിനെ പറ്റിയോ. അതുപോലെ ഗ്രാൻഡ് ഫാദറും ബോയും സംസാരിക്കുക എന്തിനെ പറ്റിയിട്ടായിരിക്കും? ആ ഫൈറ്റിനെ പറ്റിയിട്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മളെ ഓരോ പാഠത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഓർത്ത് വെക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടാവും നമ്മുടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ചോദിക്കുക. ഇവിടെ നമ്മുടെ ഷൂ ലോസ് ആയതിനെ പറ്റിയിട്ടാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ സഹറ ആൻഡ് അലി suitably. സഹറ, അലി, you lost my shoes dash. Ali, yes dear, but I am sure I kept them in the vegetable shop and couldn't find them when I came out. Zahra dash Ali, I don't know, but one thing for sure, I safely placed them in the small gap between two boxes. Appo Zahra എന്താ പറയുന്നേ? Don't tell lies. I will definitely inform father about it, Ali. If you inform father dash, he doesn't have money to buy a new one. Zahra dash Ali, you had better dash. ഇത്രയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റത്തത് എന്താ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് തന്നിരിക്കുന്ന വെർബ് ഏതാ? ഇതിൽ തന്നിരിക്കുന്ന വെർബ് ലോസ്റ്റ് ആണ്. ലോസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വെർബ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വെർബ് ഏതാ? ലോസ്റ്റ് ആണല്ലോ. നമുക്ക് തന്നിരിക്കുന്ന വെർബ് ലോസ്റ്റ് ആണ്. അപ്പൊ ഇതില് പിന്നെ ഏതാണ് നമ്മുടെ സബ്ജക്റ്റ്? വെർബ് സബ്ജക്റ്റ് യു. അപ്പൊ ലോസ്റ്റ് എന്നുള്ളത് നമുക്ക് ഡു ആണ് വരിക. ഡു വെർബിന്റെ ഡു ഫോം ആണ്. അപ്പൊ നമുക്ക് വെർബിന്റെ ഡിഡ് ഫോം ആണ്. ഡിഡ് ആണ്. ഡു, ഡിഡ്, ഡസ്. അപ്പൊ ലോസ്റ്റ്. അപ്പൊ ആ ലോസ്റ്റ് ആണ്. ലോസ്റ്റ് ഡിഡ് ആണ്. അപ്പൊ ഡിഡിന്റ് യു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഡിഡിന്റ് യു എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സഹറ എന്താ? അലി എന്തിനുള്ള ആൻസറാ പറയുന്നത്? എനിക്ക് ഉറപ്പാണ് ഞാൻ ആ ഷൂ വെജിറ്റബിൾ ബോക്സിന്റെ ഗ്യാപ്പിലാണ് വെച്ചത് എന്ന്. അപ്പൊ സഹറ എന്താവും അലിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക? വേർ ഡിഡ് യു പ്ലേസ് ഇറ്റ്? എവിടെയാണ് നീ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്? വേർ ഡിഡ് യു പ്ലേസ് ഇറ്റ്? അപ്പോ പിന്നെ വരുന്നത് അലിയാണ്. ഇഫ് യു ഇൻഫോം ഫാദർ, നീ ഇതിനെ പറ്റി അച്ഛന്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ എന്ത് ചെയ്യും? ഹി വിൽ ബീറ്റ് മീ, അദ്ദേഹം അടിക്കും. പിന്നെ സഹറ പറയുന്നത് എന്താ? വാട്ട് ഷുഡ് ഐ ഡു? പിന്നെ ഞാൻ എന്താ ചെയ്യുക? അപ്പൊ അലി പറയാ, യു ഹാഡ് ബെറ്റർ ടു വിയർ മൈ സ്നീക്കേഴ്സ്. നീ എന്റെ സ്നീക്കേഴ്സ് ധരിച്ചിട്ട് നാളെ പോയിക്കും. അപ്പൊ ഇത്രയാണ് ആൻസർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 2022 ഫസ്റ്റ് ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ടോട്ടൽ 36 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിൽ ഗ്രാമർ പാർട്ട് ഉണ്ട്, ഫ്രേസൽ വേർബ്സ് ഉണ്ട്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ഉണ്ട്, നോട്ടീസ് ഉണ്ട്, റൈറ്റ് അപ്പ് ഉണ്ട്, നരേഷൻ ഉണ്ട്. അങ്ങനെ
ഒത്തിരി കാര്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയത് പഠിച്ചിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാൻ. എല്ലാത്തിന്റെ ഫോർമാറ്റ് ഓർത്ത് വെക്കുക. പിന്നെ ലൈൻ സ്ട്രിംഗ് എന്നുള്ള പോയത്തിന്റെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.